തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷയുള്ളമേ. ആമേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 35 വചനം ഇങ്ങനെ പറയുന്നു: സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി മാറ്റം വരുത്തിയ ഒരു വചനഭാഗമാണിത്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. നമ്മൾ ഈ ചെറുപ്പത്തിൽ ജീവിച്ചൊക്കെ വളർന്നു വന്നപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസ് പോക്കറ്റ് മണി തരുമായിരുന്നു. ശരിയല്ലേ? പോക്കറ്റ് മണി തരും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ 1 രൂപ തരും. അപ്പോൾ 1 രൂപ കൊണ്ട് നമ്മൾ മുട്ടായൊക്കെ വാങ്ങിക്കും. അടുത്ത ദിവസം നമ്മൾ 2 രൂപ പ്രതീക്ഷിക്കും. ശരിയല്ലേ? 2 രൂപ പ്രതീക്ഷിക്കും. ഇനി 2 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 4 പ്രതീക്ഷിക്കും. ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും കിട്ടിയാൽ തികയത്തില്ല. ഈ 4 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 10 പ്രതീക്ഷിക്കും. അല്ലേ? 10 രൂപ കിട്ടിക്കഴിയുമ്പോൾ 20 വേണം നമുക്ക്. 20 പേരുമായിട്ട് ഒരു ദിവസം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 50 വേണം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്നും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അങ്ങനെ പതുക്കെ നമ്മൾ വലുതായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കുന്നു. അല്ലേ? നമുക്കൊരു 5 ഷർട്ടുണ്ട്. വി ഡിഡ്ന്റ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വീണ്ടും നല്ലത് 2 കൂടി എടുക്കും. സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അടുത്ത വീണ്ടും എടുക്കുന്നു. ഇങ്ങനെ എടുത്ത് കുമിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പതുക്കെ അല്ലേ, നമ്മൾ ഏതെങ്കിലും കോളേജിലൊക്കെ പഠിച്ച് ജോലിയിലേക്കൊക്കെ പ്രതീക്ഷിക്കുന്നു. സാലറി വാങ്ങിക്കുന്നു. എത്ര കിട്ടിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവത്തില്ല. ഇനി 5000 കിട്ടി. ഇല്ല. അതുകൊണ്ട് പയ്യെ ഒരു വർഷം കഴിയുമ്പോൾ 10000 കിട്ടി. എന്നിട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ച് കഴിയുമ്പോൾ 25,000 ആവും. സാറ്റിസ്ഫൈഡ് അല്ല. 50,000 ആവും. സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നു. ഇനി വണ്ടിയും വീടും സ്വർണവും എല്ലാം തന്ന് ഒരു കൊച്ചിനെ നമ്മൾ കല്യാണം കഴിക്കുന്നു. തികയത്തില്ല. സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നിട്ട് ഡെലിവറിക്ക് ഉൾപ്പെടെ മാമോസയ്ക്ക് ഉൾപ്പെടെ എല്ലാം ഇങ്ങോട്ട് ഊറ്റിക്കൊണ്ടിരിക്കും. എന്നാലും വി ഡിഡ്ന്റ് സാറ്റിസ്ഫൈഡ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്വത്തൊക്കെ ഭാഗം വെച്ച് വരുന്നുണ്ട് പേരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ. എത്ര കിട്ടിയാലും മതിയാവത്തില്ല. എന്നിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലേ? സഹോദരന് ഒരു പ്ലാവ് കൂടുതലായി വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സാറ്റിസ്ഫൈഡ് അല്ല. ഒരിക്കലും നമുക്ക് തൃപ്തിയാവുന്നില്ല. ഇങ്ങോട്ട് സ്വീകരിക്കും തോറും തൃപ്തിയാവുന്നില്ല. അതേസമയം ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേരൻസ് ഡ്രസ്സൊക്കെ എടുത്ത് തരുന്നുണ്ട്. അല്ല, ഒത്തിരി പേര് ഒത്തിരി ഗിഫ്റ്റൊക്കെ നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് ഒരു മുട്ടായി കൊടുത്തിട്ട് പറയാണ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ മുട്ടായി അവർ സ്വീകരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന തിളക്കം നമ്മൾ കാണുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതാ ഈശോ പറയുന്നത്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. കാരണം ഒന്ന് കൊടുത്തു തുടങ്ങിക്കേ. അല്ലേ? കുടുംബജീവിതം നയിക്കുന്നവർക്കറിയാം, നമുക്ക് കിട്ടുമ്പോഴല്ല നമ്മൾ സംതൃപ്തരാകുന്നത്, നമ്മൾ കൊടുക്കുമ്പോഴാണ്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾ നമ്മളെ ഊട്ടി വന്ന് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. നമുക്കൊരു 100 ഉമ്മ കിട്ടുമ്പോഴല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്. കുഞ്ഞുങ്ങളെ കെട്ടി ഉണർന്ന് വെച്ചിട്ട് നമ്മളൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്. അതാ വചനം വ്യക്തമായിട്ട് പറയുന്നത്, സ്വീകരിക്കുന്നതിനെ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാതെ. കാരണം അതുകൊണ്ടല്ലേ ഈശോ അവസാനത്തുള്ള രക്തം വെള്ളം പോലും നമുക്ക് വേണ്ടി നൽകിയത്. കാരണം ഇത് നമുക്ക് തരുമായിരുന്നു. കാരണം അവനുള്ളത് കംപ്ലീറ്റ് അവൻ തരുമല്ലായിരുന്നോ?
ഒരു 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 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്നാണ് വചനം പറയുന്നത്. ലെവിക്ടസ് 17:11 പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ കുരിശിൽ കിടന്ന അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും പോലും അവൻ നൽകിയെന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ ജീവൻ്റെ അവസാനത്തെ തുടിപ്പ് പോലും നമുക്ക് വേണ്ടി നൽകിയപ്പോഴാണ് അവൻ സാറ്റിസ്ഫൈഡ് ആയത്. ഇനി അവനിൽ നിന്ന് സൗഖ്യം ഒഴുകുമ്പോഴാണ് അവൻ സംതൃപ്തനായിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യം. നമ്മൾ കൊടുക്കുമ്പോഴാണ്. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് ഒരു സിറ്റുവേഷൻ. കാരണം നമുക്ക് ഒത്തിരി ടൈറ്റ് വന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ഒത്തിരി ഒന്നും ഇല്ലാതെ വന്ന സമയങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് ആരിലൂടെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ നടത്തി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കിട്ടുമ്പോൾ. കാരണം ദൈവം നയിക്കുന്ന വഴിയാണല്ലോ, കർത്താവ് നയിക്കുന്നതാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഈ സംഭവം കിട്ടുമ്പോഴേ. നമ്മൾ ദൈവത്തിന് ഒത്തിരി നന്ദിയൊക്കെ പറയും. പക്ഷേ ഇതിലൊന്നും കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങി ആദ്യത്തെ നാളുകളിൽ അപ്പോൾ കുറച്ച് സാലറിയൊക്കെ ഒത്തിരി പെൻഡിങ് ആയി. ഒരു 4-5 മാസത്തെ സാലറി ഒന്നും കിട്ടാതായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലറായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അക്കൗണ്ടിൽ ഒരു 2000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പയ്യൻ എന്നെ വിളിച്ചു. അപ്പോൾ എന്തോ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ്. അതിന് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ഇങ്ങനെ പറഞ്ഞു, സാറേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ചയായി, എന്തെങ്കിലും കഴിച്ചിട്ട് ഒരാഴ്ചയായി. കാരണം ഇത് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം പട്ടിണിക്ക് ഇരുന്നിട്ടുണ്ട്. പട്ടിണിക്ക് ഇരുന്നവർക്ക് വിശക്കുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ അത് മനസ്സിലാകും. അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. കാരണം പട്ടിണി ഇരിക്കാത്ത ഒരാൾക്ക്, പട്ടിണി അനുഭവിക്കാത്ത ഒരാൾക്ക് ഫ്രണ്ടിൽ വന്ന് എത്ര കരഞ്ഞ് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. ഈ പയ്യൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ചയായി, ഈ വെള്ളം മാത്രം കുടിച്ച് എൻ്റെ വയറ്റിൽ നിന്ന് ഇപ്പോൾ ബ്ലഡായിട്ടാണ് പോണേ. കാരണം ഇങ്ങനെ അൾഷറായിട്ട് അവൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ അക്കൗണ്ടിലാകെ 2000 രൂപ കിടപ്പുള്ളൂ. അപ്പം അന്ന് രാത്രി എനിക്ക് അവിടെ എത്താൻ യാതൊരു മാർഗ്ഗമില്ല, അവൻ്റെ അടുത്തെത്താനായിട്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചേട്ടാ നിനക്ക് ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല സാറേ, ഒരു ചെറിയൊരു ഹാൻഡ്സെറ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് അങ്ങനത്തെ സ്മാർട്ട് ഫോൺ അല്ല, ഇൻ്റർനെറ്റ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവനോട് വിളിച്ച് ചോദിച്ചപ്പോഴും മന്ത് അവൻ്റെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 1000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അപ്പം നീ നൈറ്റ് ഡ്യൂട്ടി അല്ലേ, രാവിലെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഇന്നടത്തൊരു പയ്യൻ നിൽക്കും, അവൻ്റെ കയ്യിൽ ഇതൊന്ന് കൊടുത്തിട്ട് വരണം, അപ്പോൾ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ ഈ പയ്യൻ്റെ കയ്യിൽ 1000 രൂപ കൊടുത്തു. എന്നിട്ട് എന്നെ വിളിച്ചു, ജോസേട്ടാ ഇങ്ങനെ അവൻ്റെ വയറൊക്കെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുകയാണ്, ഒത്തിരി ക്ഷീണമാണ്. അപ്പം മനസ്സിലായി സത്യം അവൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ വയറ്റിൽ നിന്ന് പോയി വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുക, അൾഷറൊക്കെ വന്ന് ബ്ലഡായിട്ടാണ് പോകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവനൊരു 11-11:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജോസ് സാറേ ഞാനിന്ന് തൃപ്തിയായിട്ട് കഴിച്ചു. അതിനുശേഷം അവൻ പറഞ്ഞ കാര്യമാണ്, ജോസ് സാറേ ജോർജ് സാറിൻ്റെ അടുക്കളയിൽ ആഹാരം കുറയാൻ ദൈവം സമ്മതിക്കത്തില്ല. സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. കാരണം നമ്മളെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കിട്ടാത്ത ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കിട്ടാൻ തുടങ്ങി. ജോസ് സാറിൻ്റെ അടുക്കളയിൽ ആഹാരം കുറയാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ആ ഒരു അനുഗ്രഹം, അതുപോലത്തെ 20 ബ്ലെസ്സിങ് ഇങ്ങോട്ട് വരാൻ കാരണം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. കൊടുത്തപ്പോഴും ദൈവം അനുഗ്രഹിക്കാൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക്. കാരണം അതിനുശേഷം ഞാൻ ഓർക്കുന്നുണ്ട്, എത്ര ടൈറ്റ് വന്നാലും നമുക്ക് ആഹാരത്തിനൊരു കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല വീട്ടിൽ. കാരണം അതാ ഒരു ബ്ലെസ്സിങ് ദൈവം തന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ സിറ്റുവേഷനിലും ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഈ കൃപ ഇങ്ങോട്ട് തരുമ്പോഴത്തേക്ക് പലരിലൂടെ മെസ്സേജൊക്കെ കാണും, നമുക്ക് ഇന്ന പോലെ ഒരു കൃപ നിനക്ക് തുറക്കുന്നുണ്ടെന്ന്, അല്ലേ? നമ്മുടെ ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് അങ്ങനത്തെ ഒരു സന്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്ന പോലെ ഒരു കൃപ ജോർജ് ജീവിതത്തിൽ കർത്താവ് തുറക്കുന്നുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ
നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാൾ ഉപരി ഈ കൃപ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് മറ്റൊരാളുടെ മുഖത്തുനിന്ന് നമ്മൾ കാണുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. നമ്മൾ പലർക്കും വേണ്ടി നമ്മൾ സമയം കൊടുക്കുമ്പോഴാണ്, അല്ലേ? വേദനിക്കുന്ന ഹൃദയങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കും. സമയം കൊടുക്കണം. സമയം കൊടുത്ത് അവരെ ഇരുന്ന് കേൾക്കണം. അതിന് എൻ്റെ സമയം ഞാൻ കൊടുക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതെല്ലാം കേട്ട് മനസ്സിലാക്കി എന്താണ് സംഭവം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് അവരുടെ എവിടാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് അത് കഴിയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തുമ്പോഴാണ്. ഒരു ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങനെ കല്യാണം കഴിച്ചു, അതോടുകൂടി ഭയങ്കര പ്രശ്നമായി, മോനേ ഉള്ളൂ, ഹസ്ബൻഡ് മരിച്ചുപോയി, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, അപ്പോൾ മരുമോൾ വന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എങ്ങോട്ട് പോവാ? അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹോസ്റ്റലിൽ എടുത്തിട്ടുണ്ട്, പോകുന്നതിന് മുമ്പ് എനിക്ക് ജോർജിനെ ഒന്ന് വിളിക്കണം തോന്നി, അങ്ങനെ വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ മോൻ എത്ര വയസ്സുണ്ട്? അപ്പോൾ 30 വയസ്സ്. ആ മോക്ക് എത്ര വയസ്സുണ്ട്? 26 വയസ്സ്. അപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 60 വയസ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ കല്യാണം കഴിച്ച് ജീവിച്ചപ്പോൾ അമ്മയുടെ ഈ 26 വയസ്സിൽ അമ്മയുടെ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ അംഗീകരിക്കുമായിരുന്നോ? പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ആലോചിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ 26ാമത്തെ വയസ്സിൽ അമ്മയുടെ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, നമ്മളിങ്ങനെ ജീവിച്ച് വന്ന ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവരതൊന്നും പെടരുത്, അങ്ങനെയൊന്നും അനുഭവിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. അതും ശരിയാണ്, നമ്മളെല്ലാം പറയുന്നത് അങ്ങനെയാണ്, മക്കളോട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 26 വയസ്സുള്ളക്കാരിയോട് ഈ 60 വയസ്സുകാരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 60 വയസ്സുകാരി 60 വയസ്സിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 60 വയസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ 26 വയസ്സുകാരിക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയും 34 വർഷം കഴിയണം. കാരണം 34 വർഷത്തെ അനുഭവത്തിലൂടെ കടന്നെങ്കിൽ മാത്രമേ ഈ 60 വയസ്സുകാരി പറയുന്നത് ഈ കൊച്ചിന് മനസ്സിലാവത്തുള്ളൂ. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ 60 വയസ്സിൽ നിന്നിട്ട് കാര്യമില്ല. ബാക്ക് ടു ദ 26th ഏജ്, 26 വയസ്സിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുമ്പം ആണ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക ഈ കുഞ്ഞിനെ. അതുവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കണേ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. അപ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ് ആകും, ഹൃദയം സംതൃപ്തരാകും. അതോ ചെയ്യാൻ പറ്റത്തുള്ളൂ കുടുംബജീവിതത്തിൽ. താഴേക്ക് ഇറങ്ങും. അതാ ഈശോ പറയുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആവാനാണ് പറയുന്നത്. അല്ലേ? എൻ്റെ 7 വയസ്സുള്ള 5 വയസ്സുള്ള 2 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഈ 35 വയസ്സിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 35 വയസ്സുകാരൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മൂത്ത കുഞ്ഞിന് മനസ്സിലാവണമെങ്കിൽ ഇനി അവൻ 28 വർഷം കൂടി വളരണം. പക്ഷേ എനിക്ക് 7 വയസ്സിലേക്ക് പോകാൻ പറ്റും, കാരണം ഞാൻ 7 വയസ്സ് കഴിഞ്ഞ് വന്ന 7 വയസ്സ് എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ 7 വയസ്സുകാരന് 35 വയസ്സുകാരൻ്റെ ചിന്താഗതി എന്താണെന്ന് അറിയത്തില്ല. അവൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ട് ചെന്ന് ആ ഒരു രീതിയിൽ നമ്മൾ അവനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്നേഹം അവനിലേക്ക് കൊടുക്കുക, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുക. അതാ ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ അരുവി ഒഴുകും. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകുന്നല്ല. നമ്മൾ പിന്നെ കുറേ ഇങ്ങനെ കോട്ട കെട്ടി വെച്ചേക്കാം, എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ ആയിരിക്കണം, അമ്മ എന്നോട് ഇങ്ങനെ ആയിരിക്കണം, ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ ആയിരിക്കണം, എല്ലാം ഇങ്ങോട്ടാ. അവിടെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റം അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സമാധാനം ബ്രേക്കാവും, സ്ട്രെസ്സാവും, ആകുലതയാവും, വ്യഗ്രതയാവും, പരാതികളാവും. പക്ഷേ ഇത് തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടാകുമ്പോഴത്തേക്ക് സമാധാനമാണ്, ഹൃദയത്തിനത് ഭയങ്കര സമാധാനമാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് പോവാണ്, അത് കിട്ടും, ഇത് കിട്ടും, ഇങ്ങനെ തരുമായിരിക്കും, അങ്ങനെ തരുമായിരിക്കും. അവിടെ ചെന്നിട്ട് ഈ സംഭവം കിട്ടിയില്ലെങ്കിലോ പ്രശ്നമാണ്. അതേസമയം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പച്ചവെള്ളം പോലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ബേക്കറി സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോ വ്യത്യാസമുണ്ട്.
അപ്പോൾ നമ്മൾ മനസ്സ് നിറയുക നമ്മുടെ. കാരണം ഇത് വാങ്ങിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി, ആ പുഞ്ചിരി മതി നമ്മളെ താങ്ങി നിർത്താനായിട്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് വീട്ടിലൊരു വിഷയം ഉണ്ടായി. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി തിരക്കുള്ള ഒരു ജോലികൾ ഏർപ്പെട്ടിരുന്ന ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നു, 2 ആഴ്ച. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ കയറിയാൽ വൈകിട്ട് 10 മണിക്കൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വൈഫിനോട് ഒരു ദിവസം ഒരു കാപ്പി ചോദിച്ചു. എടേ ഒരു കാപ്പിയോ, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷയം, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇത്രയും സ്ട്രെസ്സിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു കാപ്പി ചോദിച്ചാൽ കക്ഷി മൈൻഡ് ചെയ്യുന്നില്ല. ഇതെന്ത് ഏർപ്പാടാണ്? കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം ആവാറായി. 8 വർഷമായിട്ട് ഇന്ന് വരെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. ഇതെന്താ മൈൻഡ് ചെയ്യാത്തത്? നമുക്ക് ഭയങ്കര ദേഷ്യം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അലറാൻ തുടങ്ങി. എടി നിന്നോടാണ് ഞാൻ പറയുന്നത്, കാപ്പി താടി. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് കാപ്പി, എന്നാൽ ദേ കാപ്പി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അതിനിപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഇതെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അന്ന് വൈകിട്ട് ഇതുപോലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഈ ബൈബിൾ തുറന്നപ്പോഴാണ് ഈ വചനം കർത്താവ് തരുന്നത്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ഈ ജോലി സ്ട്രെസ്സിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഈ കക്ഷി പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ പറയാനായിട്ട് വന്നിട്ടുണ്ട്, പിള്ളേരുടെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ജോലിയുടെ പ്രഷറിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പല ആലോചനകൾ ചോദിക്കാനായിട്ട് കക്ഷിയെ വന്ന് അടുത്തിരുന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇതാ സങ്കീർത്തകനൊക്കെ പറയുന്നത്, ദൈവമേ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ. അല്ലേ, നമ്മൾ അവഗണിച്ചത് കൊണ്ടാണ് തിരിച്ചും ഒരു അവഗണന വരുന്നത്. അല്ലെ, പലപ്പോഴും ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എൻ്റെ വലിയൊരു പരാതിയാണ് അത്. പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. ഞാൻ വൈഫിനെ സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ല, ആരെയും സ്നേഹിക്കുന്നില്ല. അങ്ങനെ സ്നേഹിക്കാത്ത എനിക്ക് ഇങ്ങോട്ട് സ്നേഹം വന്നാലും മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിച്ചോണം, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ചിലരുടെ പരാതിയാണ്, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മുകളിലുള്ളവർ മൈൻഡ് ചെയ്യുന്നില്ല, താഴെയുള്ളവർ മൈൻഡ് ചെയ്യുന്നില്ല, കൂടെയുള്ളവരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ മനസ്സിലാക്കിക്കോണം, നീ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. നീ മൈൻഡ് ചെയ്താൽ തിരിച്ച് മൈൻഡ് ചെയ്യും. നീ അങ്ങോട്ട് ചിരിച്ച് കാണിച്ചാൽ ഇങ്ങോട്ട് ചിരിച്ച് കാണിക്കും. കാരണം ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് സംഭവം. കൊടുക്കാത്ത ഒരു സാധനം തിരിച്ച് കിട്ടില്ല, അത് ഉറപ്പാണ്. ഇനി ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണെന്ന് നോക്കിക്കോണം, ആലോചിച്ചോണം. ക്വാളിറ്റി സർവീസ് അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സ് ഒരു കമ്പനിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എന്തോ പ്രശ്നമുണ്ട്. കൊടുക്കുന്നത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് കിട്ടിക്കോളും, അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്ന അതിനുള്ള മൂല്യം മാത്രമല്ല നമ്മൾ വാങ്ങിക്കേണ്ടത്, തിരിച്ച് കൊടുക്കുന്ന സർവീസ് എങ്ങനെ ഉണ്ടെന്നും കൂടി നമ്മൾ നോക്കണം. അതാ ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നമുക്കൊക്കെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, അല്ല, എല്ലാ ഫീൽഡിലും കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു കോമ്പറ്റേറ്റേഴ്സ് നമ്മളെപ്പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ആദ്യമൊക്കെ കുറേ മൈൻഡ് ചെയ്യുമായിരുന്നു, ഇതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, നമ്മളെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് എന്നൊക്കെ മൈൻഡ് ചെയ്യുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പക്ക ക്വാളിറ്റി ആക്കാൻ തുടങ്ങി. ആ ക്വാളിറ്റി ആക്കി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഇത്. അങ്ങനെ ക്വാളിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കുള്ളത് തിരിച്ച് വരാൻ തുടങ്ങി. അവരിൽ നിന്ന് റെഫറൻസ് വരാൻ തുടങ്ങി, ഇഷ്ടം പോലെ റെഫറൻസ് വരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നമ്മുടെ ബിസിനസ് അങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഒരു യുണീക്കായിട്ട് നമ്മൾ നിൽക്കാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടണം എന്നൊരു ആഗ്രഹമുള്ളൂ, അല്ലേ, എല്ലാം വാങ്ങിച്ച് കിട്ടും. അല്ലെ, ഒരു ഓർഡർ പിടിക്കാൻ നമുക്ക് ഭയങ്കര മിടുക്കാം, ഓടിച്ചെന്ന് ഓർഡറൊക്കെ പിടിക്കും. അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര മിടുക്കാം, എന്നിട്ട് പേയ്മെൻറ്റ് എല്ലാം വാങ്ങിക്കും, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങും. അവിടെ എല്ലാം ഭയങ്കര പ്രതിസന്ധിയാണ്, സ്ട്രെസ്സാണ് വരുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരുന്നില്ല. അതേസമയം ആ ഒരു സർവീസ് നന്നായിട്ട് അങ്ങ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, കൃപയാണേലും അങ്ങനെയാണ്. നമുക്കിത് കൊടുക്കാനുള്ളതാണ്.
അത് പിടിച്ചു വയ്ക്കാനുള്ളതല്ല. അറിവുകൾ പകർന്നു കൊടുക്കാനുള്ളതാണ്. പറഞ്ഞു കൊടുക്കുന്തോറും നമുക്ക് സാറ്റിസ്ഫൈഡാണ് അല്ലേ? അത് കൊടുക്കുന്തോറും അതൊരു ഒരു ഉറവേന്ന് ഇങ്ങനെ കോരി എടുക്കുന്ന പോലെ അല്ലേ? ഒരു ഉറവ് പോലെയാണ് നമ്മൾ. ഈ പാറക്കെട്ടിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉറവ് വരത്തില്ലേ? അതിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുന്തോറും പുതിയ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇനി കോരി എടുത്തില്ലെങ്കിലോ അതിങ്ങനെ അഴുക്കൊക്കെ വീണ് ചെളിയൊക്കെ വീണ് ആർക്കും പ്രയോജനമില്ലാതെ ഇങ്ങനെ നശിച്ചു പോകും. ഇതുപോലാണ് ഒരു കൃപ, ഒരു നന്മ നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയാൽ പുതിയത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇത് ഒഴുകിയില്ലെങ്കിൽ എല്ലാം ഇങ്ങോട്ട് എന്ന് മാത്രം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഈ സാധനങ്ങളൊക്കെ ഇടുന്ന പോലെ എല്ലാം വന്ന് ഇങ്ങനെ വീണ് ഈ ചെളിയും ഒക്കെ ആയിട്ട് ആ വെള്ളം ആർക്കും ഉപയോഗമില്ലാതെ പോകും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയം ഈ അനുഗ്രഹം ഒഴുകുന്ന ഉറവയാണ്. അതിൽ നിന്ന് മറ്റുള്ളവർ കോരിയെടുക്കാൻ അനുവദിക്കണം. കോരിയെടുക്കട്ടെ. നമ്മുടെ സ്നേഹം മറ്റുള്ളവരെ എടുത്തോട്ടെ. നമുക്കുള്ളത് മറ്റുള്ളവരെടുത്തോട്ടെ. നമുക്ക് എന്തൊക്കെയാണ് കൃപ തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുക അല്ലേ? ഒരു കഴിവ് നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഉപയോഗിക്കുന്നില്ലെങ്കിലോ ഈ കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരിയല്ലേ? നമുക്ക് നന്നായിട്ട് പാട്ട് പാടാനൊരു സ്കില്ല് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യെ പാടി തുടങ്ങിയാലല്ലേ ഇത് പുറത്തോട്ട് വരത്തുള്ളൂ. അത് മറ്റുള്ളവർക്ക് ഇമ്പമായ ഒരു സ്വരമായിട്ട് മാറത്തുള്ളൂ. എനിക്കിങ്ങനെ പാട്ട് പാടാനൊരു കഴിവ് തന്നിട്ടുണ്ടെന്ന് മിണ്ടായിരുന്നാലോ വരുമോ? ഇല്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകാനുള്ളതാണ്. അതുകൊണ്ട് ഈശോ വ്യക്തമായിട്ട് പറയണത്, എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഞാൻ ജീവൻ്റെ അരുവി ഒഴുക്കും. ഓക്കെ, നമുക്ക് ആ വചനം ഒന്നും കൂടി ഒന്ന് ശ്രവിക്കാം. അപ്പോസ്തല പ്രവർത്തനം 20:35. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ യേശുനാഥൻ്റെ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. പിതാവായ ദൈവമേ, ഈ കൊടുക്കാനുള്ള ഒരു മനസ്സ് തുറക്കണമേ. കൊടുക്കാനുള്ള മനസ്സ് തുറക്കട്ടെ. ഹൃദയം തുറക്കട്ടെ. സ്നേഹം പങ്കുവയ്ക്കാനായിട്ട്, സമ്പത്ത് പങ്കുവയ്ക്കാനായിട്ട്, സമയം പങ്കുവയ്ക്കാനായിട്ട് കർത്താവേ നീ കൃപ തുറക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്, അത് കൊടുക്കാനായിട്ട് ഉള്ള അത് ഉപയോഗിക്കാനായിട്ട്, ആർക്കു വേണ്ടിയാണോ നീ അത് കരുതി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അവരിലേക്ക് അത് ഒഴുക്കാനുള്ള വലിയൊരു കൃപ നീ തുറക്കണമേ. ഒരു നദി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ. അത് കരുണയുടെ, സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു വറ്റാത്ത ഉറവയായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ. അതിനുള്ള കൃപ നീ തരണമേ. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അതിനുള്ള കൃപ നിറയപ്പെടാൻ വേണ്ടി, സ്വർഗം തുറക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.